അമ്മയുടെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ചോദ്യത്തിലുള്ള മറുപടി എന്നുള്ള രീതിയിൽ ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്നൊരു യൂട്യൂബ് വീഡിയോ ഞാനിന്ന് കണ്ടായിരുന്നു. ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് 7 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലസ്സിയുടെയൊക്കെ സിനിമ കണ്ടു കഴിയാൻ നേരത്ത് നമ്മൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു യൂട്യൂബ് വീഡിയോ. സാധാരണ നമ്മൾ റിയൽ ലൈഫ് എന്നൊക്കെ പറയില്ലേ, റിയൽ ലൈഫിൽ നടന്ന ഒരു കാര്യം ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഒരു മോള് അവരുടെ അമ്മയുടെ 2ാമത്തെ വിവാഹത്തെ പറ്റി ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ആ വീഡിയോയിൽ അമ്മയുടെ കല്യാണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ വെച്ചാണ് കല്യാണം കഴിക്കുന്നത്. പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. ഇവർ 2 മക്കളാണ്. ഇവരുടെ അമ്മയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ് ആ വീഡിയോയിലെ കോണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കണ്ടുവരാൻ നേരത്തുണ്ടല്ലോ, നമുക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടായി, നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി, നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായി, നമ്മളെ മനസ്സിനെ ഭയങ്കര രീതിയിൽ പിടിച്ചൊന്ന് കുലുക്കി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. സംഭവം പോസിറ്റീവായൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് എങ്കിൽ പോലും നമുക്ക് കാണുന്നവർക്കൊരു വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരവസ്ഥ. ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ പറയുന്നത്. അതിനുശേഷം ഞാൻ ഓരോ കമൻറ്റുകളും ഇരുന്ന് വായിച്ചു. ഓരോരുത്തരുടെ ലൈഫ്, ഓരോ മനുഷ്യരുടെ ലൈഫ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ നേരത്ത് പൊതുവെ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നു, ചിലപ്പോൾ നമ്മൾ അതിന് ദേഷ്യപ്പെടും, നമ്മൾ സന്തോഷിക്കും, നമ്മൾ അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ വരും. ചിലപ്പോൾ റീൽസൊക്കെ കാണാറുണ്ട്, ഏതെങ്കിലും ഒരു പാട്ടിന് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെയൊക്കെ കാണും. അങ്ങനെയുള്ള ഓരോ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ നമ്മളിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് വീഡിയോ കാണിക്കുന്നു. പക്ഷേ നമ്മൾ ഒരു വീഡിയോ കണ്ടതിന് ശേഷവും നമ്മൾ ആ വീഡിയോയിലെ ഓരോ സംഭവങ്ങളും കണ്ടതിന് ശേഷവും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വ്ളോഗാണ് അത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നല്ല രീതിയിൽ അത് ബാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മ, അച്ഛൻ, അതായത് നമ്മളെ റിലേറ്റീവ്സ് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ആൾക്കാർ, ഇവരും നമ്മളും തമ്മിലുള്ള ബന്ധം പെട്ടെന്നൊരു ദിവസം ഇവർ മറ്റൊരു വീടുകളിലേക്കൊക്കെ പോകുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ ഒരു വീഡിയോ ആണത്. അവരുടെ ഒരു കല്യാണമാണ് അത് കൊടുത്തിരിക്കുന്നത്. വൈഷു എന്ന് പറയുന്ന പെൺകുട്ടി, ഈ വ്ളോഗിട്ട വൈഷു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ കല്യാണമാണ് ആ വ്ളോഗ് എന്ന് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണമാണ് നടത്തുന്നത്. അപ്പോൾ അതൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അവരുടെ രീതിയിൽ സംസാരിച്ച് വിടുന്നതാണ്. സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ വിഷമവും അവരുടെ പ്രതീക്ഷയും എല്ലാം നമുക്ക് ആ വീഡിയോയിൽ കാണാം. ലാസ്റ്റ് അവരുടെ വീഡിയോയിൽ അമ്മ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോയി കഴിയുന്നു. പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അവരുടെ വീട്ടിൽ വരാൻ നേരത്ത് അവരുടെ അമ്മയില്ലാത്ത വീട്, അവരുടെ അമ്മയില്ലാത്ത ബെഡ്റൂമിനെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ, അത് നമുക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഏതായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. കരഞ്ഞു പോയിട്ടോ, കാരണം എനിക്കും അച്ഛനില്ല, അതുകൊണ്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അമ്മ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള കമൻസാണ് വരുന്നത്. അമ്മയില്ലാത്ത വീട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങളുടെ അമ്മയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കട്ടെ. അത് നമുക്ക് പലപ്പോഴും നമ്മുടെ അടുത്തൊരാളുള്ളപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടും, നമ്മൾ സന്തോഷിക്കും, ചിലപ്പോൾ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും. പക്ഷേ എപ്പോഴും നമ്മൾ തിരിച്ച് വീട്ടിൽ വരാൻ നേരത്ത് നമ്മുടെ അമ്മ ഇല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ 3 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. അമ്മ വേറെ കല്യാണത്തിന് സമ്മതിച്ചില്ല. ഇപ്പോൾ അമ്മ എൻ്റെ ഒപ്പം ആണുള്ളത്. ഒന്നോർത്താൽ നമ്മളിപ്പോൾ വലിയ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നില്ല, അമ്മ അവരുടെ ഒരു കല്യാണം കഴിച്ച് വിട്ടു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ നേരത്ത് ആ വീട്ടിൽ അമ്മയില്ല, അല്ലെങ്കിൽ അമ്മ വേറൊരു കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോയി. പക്ഷെ ആ വീട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ നേരത്ത് മക്കൾ എന്നുള്ള രീതിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമൊന്നുമില്ല. മറ്റൊരു വീടാണ്, മറ്റൊരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പം ഞാനങ്ങനെ ആലോചിച്ചതാണ്, ഇവരമ്മ ഇവിടെ കല്യാണം കഴിച്ച് പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പിന്നെ ആ വീട്ടിലേക്ക് ഇവർ പോകാൻ നേരത്തുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴും മറ്റൊരു വീട്ടിലേക്കും ഒക്കെ ചെല്ലുമ്പോഴുള്ള ചില വ്യത്യാസങ്ങൾ ഒക്കെ ഞാൻ ആലോചിച്ച് കൂട്ടിയതാണ്. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഇവരുടെ കാര്യത്തിൽ. പക്ഷെ അങ്ങനെയൊക്കെ ആലോചിക്കാൻ നേരം നമുക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയില്ല. എനിക്ക് 25 വയസ്സാകുന്നു, ഒരു മോളുണ്ട്. 20 വയസ്സ് ഉള്ളപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി. ഒരു മോളായി സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഞാൻ സഹിച്ചു. അവസാനം അവിടെ നിന്ന് ഇറങ്ങി ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ആണ് എൻ്റെ മോളെ നോക്കുന്നത്. ഇപ്പോൾ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അമ്മയുടെ കല്യാണം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുക എന്നുള്ള രീതിയിൽ അതിനകത്ത് ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റ്. എന്നാലും അവരുടെ ലൈഫ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓരോ ആശ്വാസങ്ങൾക്കും അവരുടെ ലൈഫ് നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ ചേച്ചി 25 വയസ്സിൽ വിധവയായി, 2 ചെറിയ കുട്ടികൾ. പക്ഷേ കല്യാണം കഴിച്ചില്ല, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. 25-ാമത്തെ വയസ്സിലൊക്കെ വിധവയായി പോവാന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ലൈഫ് നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിച്ചിട്ടുള്ളൂ.
നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത കുറേ കമൻറ്റുകളാണ് നമ്മളിതിനകത്തുണ്ട്. നല്ല തീരുമാനമാണ്, കാരണം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 18 വർഷമായി. അമ്മ ഇപ്പോഴും ഒറ്റയ്ക്കാണ്. എനിക്ക് താല്പര്യമുണ്ട് അമ്മ വേറൊരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ. മക്കൾ കല്യാണം കഴിച്ചു, അമ്മ ഒറ്റയ്ക്കാണ് ഇപ്പോൾ എന്നുള്ള രീതിയിലാണ്. നല്ലൊരു കാര്യം, അമ്മയ്ക്ക് താല്പര്യമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നിർബന്ധിക്കരുത്. ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതിലാണ് ഏറ്റവും വലിയ വിഷമം. മക്കളൊക്കെ ഓരോ തിരക്കിലായി പോകും. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാവും. ഇതാകുമ്പോൾ ഒരു കൂട്ടുണ്ടാകും. എൻ്റെ അമ്മയ്ക്ക് 54 വയസ്സുണ്ട്. 29ാമത്തെ വയസ്സിൽ വിധവയായതാണ്. ഞാൻ അറിയാവത് മുതൽ അമ്മയോട് പറയുന്നതാണ് അമ്മ ഒന്നും കൂടെ വിവാഹം കഴിക്കാൻ. പക്ഷെ അമ്മ പറയുന്നത് മക്കൾ മതി. എൻ്റെ വലിയ ആഗ്രഹം ആണ് അമ്മയ്ക്കൊരു വിവാഹം എന്നുള്ള രീതിയിലാണ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്. സാരമില്ല, അമ്മ ചെറുപ്പമാണല്ലോ. സഹോദരി പറഞ്ഞ പോലെ അമ്മയ്ക്ക് ലൈഫില്ലേ, പ്രായമാകുമ്പോൾ ഒരു തുണ വേണം എന്ന് വരും. അമ്മേനെ കല്യാണം കഴിച്ച ആളും നിങ്ങൾക്ക് അച്ഛനെ പോലെ ആയിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതൊരു വലിയൊരു കാര്യമാണ്. പുറത്തുനിന്ന് വരുന്ന ഒരാൾ നിങ്ങളെ അച്ഛനെ പോലെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് വലിയൊരു കാര്യം കൂടിയാണ്. 8 വർഷമായി എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് ഒറ്റപ്പെടൽ വേദന ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കേട്ടോ. അപ്പോൾ അവർ സത്യത്തിലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് വേദന അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്കതിനകത്ത് മനസ്സിലാവും. ഞാനും 21 വയസ്സിൽ വിധവയായതാണ്. ആലോചിച്ച് 21, 48 വയസ്സായി. ആഗ്രഹമുണ്ടെങ്കിലും മകൾക്ക് വേണ്ടി തനിയെ ജീവിക്കുന്നു. ഇതുപോലെ മക്കൾ ആണ് വേണ്ടത്. സത്യത്തിൽ അമ്മ പോവാനായപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ കരഞ്ഞ ദൃശ്യം. എൻ്റെ അമ്മയുടെ 26ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. എന്നിട്ടും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. എനിക്ക് 48 വയസ്സുണ്ട്. 1 വർഷം മുമ്പ് എൻ്റെ 2ാം വിവാഹം നടന്നു. എൻ്റെ മോൾക്ക് 7 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. മോൻ 28 വയസ്സുമുണ്ട്. പുള്ളിക്ക് 2 മക്കൾ. എൻ്റെ മോൻ എൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞങ്ങൾ 2 പേരും 4 മക്കളും സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. അടുത്തൊരു കമൻറ്റ്. എൻ്റെ അമ്മ 40ാം വയസ്സിൽ വിധവയായതാണ്. ഇപ്പോൾ 68 വയസ്സായി. ഞങ്ങളുടെ കൂടെ സുഖമായി ജീവിക്കുന്നു. മകളോട് സ്നേഹം ഉള്ള അമ്മമാർ അവിടെ വിട്ടുപോകില്ല എന്നുള്ള രീതിയിലൊരു കമൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അന്ന് അമ്മയ്ക്ക് 35 വയസ്സായിരുന്നു. എനിക്കും എൻ്റെ ചേച്ചിക്കും 15-13 വയസ്സും. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങളെ വളർത്താൻ. ഞങ്ങളെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾക്ക് മക്കളും ആയ ശേഷം അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു. അന്ന് അത് ഞങ്ങൾ അനുകൂലിച്ചില്ല. അന്നത്തെ വിവരക്കേട് കൊണ്ട് ഞങ്ങൾ എതിർത്തു. ബട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അച്ഛനെ കിട്ടി. അമ്മയ്ക്ക് നല്ലൊരു ജീവിതവും. ഇപ്പോൾ 10 വർഷമായി. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെ ലൈഫ് നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാമെന്നുള്ള രീതിയിലാണ്. എനിക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട്. എനിക്കറിയാവുന്നൊരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ഏകദേശം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ചേച്ചിയൊക്കെയാണ്. അവർ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടുന്നത്. അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ്. അതിനുശേഷം അവർ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നു. അവർക്ക് 2 മക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ചില തീരുമാനങ്ങൾ ചില ആളുകളുടെ ലൈഫിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പം അത് ചിലപ്പം സ്വാർത്ഥതയാകാം. നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ സ്വന്തമായി നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം. പക്ഷെ പല ആൾക്കാരും കല്യാണമൊക്കെ കഴിഞ്ഞ് മറ്റൊരു ജോലിക്കൊക്കെ പോയതിന് ശേഷം ഇവരൊറ്റയ്ക്കായി പോകുന്നൊരവസ്ഥയുണ്ട്. ഈ 2 കാര്യങ്ങളുണ്ട്. മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത് വേറൊരു വീടാണ്, മറ്റൊരാളുടെ വീടാണ്. അവിടെ ഒരമ്മ താമസിക്കുന്നു. അവരെ പോയി നമുക്ക് കാണുന്നതിനും അവിടെ താമസിക്കുന്നതിനും ചിലപ്പോൾ ലിമിറ്റ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പെരുമാറുന്നതിനൊരു പരിമിതികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന മക്കൾ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന മക്കൾ പലപ്പോഴും അമ്മമാരൊറ്റയ്ക്ക് താമസിക്കുന്ന പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊറ്റയ്ക്കാണ്, അവർക്ക് നടക്കാൻ വയ്യാത്തവരുമാണ്, പക്ഷെ ഒറ്റയ്ക്കായി പോകുന്നൊരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയുള്ളവർക്ക് തീർച്ചയായിട്ടും മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് അവർക്കൊരു കൂട്ടായി പോകുന്നത് നന്നായിരിക്കും. പക്ഷേ ഈ വ്ളോഗ് എന്നെ ഭയങ്കരമായിട്ടും എന്നെ മാനസികമായിട്ടൊക്കെ നമ്മളിങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിൽ അവരുടെ സംസാരത്തിൻ്റെ രീതിയൊക്കെ ആയതുകൊണ്ടായിരിക്കും നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ ആയിരുന്നു. അവരുടെ അമ്മയുടെ ആ 2ാമത്തെ വിവാഹവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ആ വീഡിയോ അത് വലിയ ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കാണാൻ പറ്റുന്നെങ്കിൽ കണ്ടു നോക്കുക. അത് വലിയ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ്. ഭയങ്കര നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പക്ഷേ ഈ വീഡിയോ കാണാൻ നേരം നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ അനുഭവിക്കുന്ന സുഖം. നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൂടെ ഉള്ള, നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് മനുഷ്യരുടെ വാല്യൂ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇടയ്ക്കൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് കേട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്ത് പിന്തുണയ്ക്കുക.